ഹായ് ഫ്രണ്ട്സ്, ഞാൻ മജീദ് മുത്തേടത്ത്. ഹൗ ടു ബി എ പബ്ലിക് സ്പീക്കർ വിത്തൗട്ട് ടു ഫിയർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ മേഖല എവിടെയായിരുന്നാലും നമുക്ക് പലപ്പോഴും സദസ്യരെ അഭിസംബോധന ചെയ്യേണ്ടി വരും. ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയായിരുന്നാലും ശരി, അവിടുത്തെ ജീവനക്കാരെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരുന്നാലും ശരി, അതുപോലെ ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് പലപ്പോഴും നമുക്ക് ആളുകളെ അഡ്രസ്സ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. സോ എങ്ങനെയാണ് ഒരു പബ്ലിക് സ്പീക്കർ ആവുക? ഒരു അനുഭവ കഥ പറയാം. ഒരു പ്രാസംഗികനെ ആ സദസ്സിന് അധ്യക്ഷൻ പരിചയപ്പെടുത്തി. വളരെ പ്രഗത്ഭനാണ്, നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയതാണ് എന്നൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് പ്രാസംഗികനെ വിളിച്ചു. പ്രാസംഗികൻ മൈക്കിന് മുമ്പിൽ വന്നു പറഞ്ഞു. അദ്ദേഹം വന്ന് നിന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നെർവസ്നെസ്, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമില്ലായ്മ, ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പോഡിയത്തിലേക്ക് തല താഴ്ത്തി വെച്ചതിലൂടെ പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ കൂടെ പരിഭ്രാന്തനായ അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ ഇവിടെ വരാനും നിങ്ങളെ അഭിമുഖീകരിക്കാനും ഏറ്റെടുത്ത നിമിഷം മുതൽക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയത്തെക്കുറിച്ച് എനിക്ക് ഏതാണ്ടൊക്കെ അറിവുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നോ എന്താണ് പറയേണ്ടതെന്നോ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. വീണ്ടും അദ്ദേഹം ചുറ്റുപാട് നോക്കി മൈക്കിനെ അഭിമുഖീകരിച്ചു. അപ്പോൾ പറഞ്ഞു, തൊട്ടു മുമ്പ് വരെ കുറച്ചുകൂടെ പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു വ്യക്തത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവത്തിന് മാത്രമേ അറിയൂ ഞാൻ നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന്. ശ്രദ്ധിക്കുക, നമുക്ക് പറയാനുള്ള കാര്യത്തെക്കുറിച്ചും അവതരിപ്പിക്കാനുള്ള പോയിന്റുകളെക്കുറിച്ചുമൊന്നും ഒരു വ്യക്തതയുമില്ലാതെ ഒരു പ്രഭാഷകന്റെ റോളിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഒരു വേദിക്ക് അഭിമുഖമായി നിൽക്കാൻ പാടില്ല. ഏതൊരു പബ്ലിക് സ്പീക്കർക്കും ഏറ്റവും ആദ്യമായി ഉണ്ടായിരിക്കേണ്ടത് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസമാണ്. അതായത് തനിക്ക് പറയാനുള്ളത് ഭംഗിയായി കൃത്യതയോടെ അടുക്കും ചിട്ടയുമായി പറഞ്ഞു തീർക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് അയാൾ വിശ്വസിക്കണം. ഒരു സദസ്സിനെയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല, അഥവാ ഇവിടെ വന്ന് കയറിയ ശേഷമാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിവ് ലഭിച്ചത്, ഇതിനു മുമ്പ് ഞാൻ കൈകാര്യം ചെയ്യാത്ത വിഷയമാണ് എന്ന രീതിയിലൊന്നും തന്നെ ഒരു പബ്ലിക് സ്പീക്കർ തൻ്റെ പ്രസംഗം ആരംഭിച്ചുകൂടാ. ഏതുപോലെ ഒരു അധ്യാപകൻ 10-20 വർഷക്കാലം അധ്യാപന ജോലി ചെയ്ത ആളായിരുന്നാൽ പോലും ഒരു പുതിയ ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികളെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ തനിക്ക് എടുക്കാനുള്ള വിഷയത്തെക്കുറിച്ച് ആ പാഠഭാഗം പ്രിപ്പയർ ചെയ്യാതെ, ഒരുപാട് വർഷം എടുത്ത പാഠഭാഗമാണെങ്കിൽ പോലും കുട്ടികൾ പുതിയതാണെന്നും കാലം പുതിയതാണെന്നും മനസ്സിലാക്കി ഒരു ആവർത്തി കൂടി പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ ക്ലാസ്സിൽ പോകാൻ പാടുള്ളൂ എന്ന് ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ പറയാറുണ്ട്. ഇതുപോലെയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നല്ല ആത്മവിശ്വാസം വേണം, സംസാരിക്കാനുള്ള പോയിന്റുകൾ ക്രമീകരിച്ചു വെക്കണം, ആശയവിനിമയ പാഠവും എങ്ങനെ ആളുകളെ അഭിസംബോധന ചെയ്ത് തൻ്റെ പോയിന്റുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ള ഒരു അവതരണ പാഠവും, അതോടൊപ്പം തന്നെ ആമുഖമായും ഉള്ളടക്കവും തൻ്റെ പ്രസംഗം പരിസമാപ്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മികവും ഒരു പബ്ലിക് സ്പീക്കർക്ക് ഉണ്ടായിരിക്കണം.